കരടിച്ചേട്ടാ, എൻ്റെ അമ്മാവൻ്റെ ഒരു ചിത്രം വരയ്ക്കണം. ജലദോഷിക്കുന്നിൻ്റെ വടക്കാ താമസം. അമ്മാവനോട് വരാൻ പറഞ്ഞോളൂ, ഇവിടെ ഇരുത്തി വരയ്ക്കാം. അയ്യോ, അമ്മാവന് നടക്കാൻ വയ്യ. കരടിച്ചേട്ടൻ അങ്ങോട്ട് വന്നാൽ നന്നായി. അടുത്ത മാസം പോരെ? അതുപോരാ, അമ്മാവൻ ധൃതി പിടിക്കുക. ഒരു മാസം എനിക്ക് നല്ല തിരക്കാണല്ലോ. വരയ്ക്കാൻ വേറെ ആരെങ്കിലും നോക്കേണ്ടി വരും. അത് പറ്റില്ല, അമ്മാവനെ തന്നെ വരയ്ക്കണം. അതല്ല, വേറെ ചിത്രകാരനെ നോക്കണമെന്ന്. അമ്മാവൻ വലിയ ദേഷ്യക്കാരനാ. പരിപാടി പൊളിഞ്ഞാൽ പണിയാവും. ഇതിനൊക്കെ ആളെ കിട്ടുക എന്നത് അത്ര ഈസിയായ കാര്യമല്ല. മുന്നിൽ കുറേ നേരം ഇരുത്തി പോസ് ചെയ്ത് വരയ്ക്കലൊക്കെ. ഷോ, ആരെ കിട്ടാനാ? ഞാൻ മതിയോ? എന്താ ചോദിച്ചത്? പോസ് ചെയ്ത് വരയ്ക്കുന്ന പരിപാടിയല്ലേ, ഞാൻ മതിയോന്ന്? ഈ വിദ്വാനെ വിശ്വസിക്കാമോ? താൻ വിശ്വസിച്ചാൽ ഞാനും വിശ്വസിച്ചോളാം. എന്തായാലും ഇങ്ങേരെ കരടിച്ചേട്ടൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോകാം. ദേ, ഇതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. പണ്ട് കുറെ ചെയ്തതാ, ഇപ്പൊ കുറച്ചു കാലമായി ചെയ്തിട്ട്. വൈകിട്ടൊന്ന് ചെയ്തു നോക്കിയാൽ മാത്രം മതി. നാളെ രാവിലത്തേക്ക് ഓക്കെ. ഒന്ന് ചെയ്ത് കാണിക്കാമോ? ഞങ്ങളുടെ ഒരു ധൈര്യത്തിന്. എന്തു ധൈര്യം? നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കുന്നത്? നാളെ രാവിലെ ഞാനിവിടെ എത്തിയാ പോരെ? ഓ, ദേ ആളെത്തി. ഞാൻ റെഡി, തുടങ്ങാം. ഇവിടെയല്ല, ജലദോഷിക്കുന്നില്ല വരയ്ക്കാനുള്ള ഐറ്റംസ് ഒന്നും പുള്ളിയുടെ കയ്യിൽ കാണാനില്ലല്ലോ. അല്ല, ഇങ്ങനെ കയ്യും വീശി പോയാൽ മതിയോ? അവിടെ എത്തട്ടേന്നേ. അസിസ്റ്റന്റുമാര് സ്പോട്ടിൽ എത്തുമായിരിക്കും, അതാ. അമ്മാവാ, ദേ ആളെത്തി. വരയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇത്രയും പ്രായം പ്രതീക്ഷിച്ചില്ല കേട്ടോ. അമ്മാവൻ വരച്ചോ, ഞാൻ റെഡി. തൈ